അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മി ചൊല്ലി ഹംദിനാൽ തുടങ്ങിടുന്നീ ബൈത്ത് പൊന്നു ബീവി ഫാത്തിമ സഹ്റ ബത്തൂല കേൾക്ക്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. ആറ്റലം തിരുമുസ്തഫ നബി തങ്ങളെ മോളല്ലേ, ആരിലും പ്രിയമേറിയ അലിയാരുടെ മലരല്ലേ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. ഉത്തമി ഖദീജ ബീവി തന്നുടെ കരളല്ലേ, ഉന്നതർ ഹസനൈനി തങ്ങളെ ഉമ്മയായ മുല്ലേ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. അഹ്ലു ബൈത്തിലുന്നത മഖാമലങ്കരിച്ചില്ലേ, അമ്പിയാരാജര കരളിൻ കഷ്ണമെന്നരുളിയില്ലേ. ലാ ഇലാഹ ഇല്ലല്ലാഹു ഹബീബിങ്ങളെ, ഇവിടെ നല്ല മഴയായത് കാരണം കൊണ്ട് കുറച്ച് വൈകിപ്പോയിട്ടുണ്ട്. പിന്നെ ആൾക്കാരെ കാത്തിരിക്കുന്നില്ല, നമുക്ക് തുടങ്ങാം അല്ലേ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തുടങ്ങല്ലേ? ഒക്കെ കറക്റ്റാ തോന്നുന്നുണ്ടല്ലേ? അല്ലാഹുവേ, നീയാണ് അഭയം. വന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്താൽ നന്നായിരിക്കും തോന്നുന്നു. ഞാൻ കണ്ടത് മുതലുള്ള കമൻ്റ് ഒന്ന് വായിക്കാം. ആഷിഖ് മട്ടന്നൂർ, എനിക്കൊരു മോളെ കിട്ടിയ ഒരു മാസം പ്രായം. മാഷാ അല്ലാ. ഫാത്തിമ സഹ്റ ബത്തൂൽ, മാഷാ അല്ലാ മാഷാ അല്ലാ. അന്തു ചാന്തോത്ത് പേരോട്ട് ജാഫർ പാലക്കുന്നേൽ. കറണ്ട് ഇല്ല, അപ്പോൾ ഇൻവെർട്ടറിലാണ് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല കേട്ടോ, കറണ്ട് ഇല്ല.
Yeah. اللهم صل على سيدنا മനസ്സുകൊണ്ട് മദീനയിലേക്ക് എന്ന ടാഗ്ലൈനിൽ നമ്മൾ പറയുന്ന യാത്രയുടെ 475-ാമത്തെ എപ്പിസോഡിലാണ്. ഇന്ന് നമ്മൾ ഉമർ റളിയല്ലാഹുവിന്റെ വീട്ടിലൊന്ന് പോയിട്ട് വരാം. കേൾക്കാത്തൊരു കഥ പറയാം. ഒരിക്കല് മസ്ജിദ് നബവിയിൽ ഇരുന്നിട്ട് മുഹാജിരീങ്ങളായ 50ഓളം വരുന്ന സ്വഹാബി വര്യന്മാർ ഉമർ റളിയല്ലാഹുവിന്റെ ത്യാഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. അവര് പരസ്പരം പറയാണ്, ഉമർ റളിയല്ലാഹുവിന്റെ വസ്ത്രം നിങ്ങൾ കണ്ടില്ലേ? കിസ്റയും കൈസറും കിഴക്ക് പടിഞ്ഞാറിന്റെ 2 ഭാഗവും ഉമർ റളിയല്ലാഹുവിന്റെ കൈകളെ കൊണ്ടാണ് അള്ളാഹു കീഴടക്കി തന്നിട്ടുള്ളത്. പക്ഷെ അറബികളും അല്ലാത്തവരുമായ നിവേദക സംഘങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ അരികിലേക്ക് വരുമ്പോൾ 12 കഷ്ണങ്ങൾ കൊണ്ട് തുന്നിപ്പിടിക്കപ്പെട്ട ജുബ്ബയാണ് അവർ കാണുന്നത്. ആ ജുബ്ബ മാറ്റി വളരെ മൃദുലമായ ഒരു വസ്ത്രം അദ്ദേഹം ധരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ കാണുമ്പോൾ മറ്റുള്ളവർക്കൊരു ബഹുമാനം തോന്നുമല്ലോ എന്നാണ് അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ സ്വഹാബിവര്യന്മാരിൽ ആരാണ് അദ്ദേഹത്തോട് ഇതൊന്ന് ഉണർത്തുക? നിങ്ങൾ ഈ 12 കഷ്ണം തുന്നിവെച്ച വസ്ത്രം ഒന്ന് അണിഞ്ഞ് ഇങ്ങനെ ജനങ്ങളെ സ്വീകരിക്കരുത് എന്ന് ആരാണ് ഉമർ റളിയല്ലാഹുവിനോട് പറയുക എന്നൊരു സംശയം അവർക്കുണ്ടായി. അലി റളിയല്ലാഹുവിന് പറയായിരിക്കും ഏറ്റവും നല്ലത് എന്ന് അവരെല്ലാം അഭിപ്രായപ്പെട്ടു. അദ്ദേഹത്തോട് പോയി പറഞ്ഞു, അലി റളിയല്ലാഹു നിങ്ങളൊന്ന് പോയി അദ്ദേഹത്തോട് സംസാരിക്കുമോ? ഈ വസ്ത്രമൊക്കെ ഒന്ന് മാറ്റി നല്ല വസ്ത്രം അണിയാൻ. അത് ലേറ്റ് മിന്നി പറയണത് എന്താണെന്ന് വെച്ചാൽ എനിക്കതിൻ്റെ അതിൻ്റെ സ്വിച്ച് ഞാൻ കുറേ പരിശ്രമിച്ചു നോക്കി, ഒരു ലൈറ്റിൽ നിൽക്കുന്നില്ല. അതിൻ്റെ ടെക്നിക്കൽ വശം എനിക്ക് അറിയില്ല, അതുകൊണ്ടാണ്. ഐ ആം റിയലി സോറി. ഞാനിപ്പോൾ പരിശോധിക്കാൻ പോയില്ല, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ചെയ്യുന്ന ആള് ഇന്നോടെ വന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അമ്മോശൻ്റെ ഓപ്പറേഷൻ നടക്കുകയാണ് നാളെ, അത് കാരണം കൊണ്ട് അദ്ദേഹം വന്നിട്ടില്ല. അദ്ദേഹം നമുക്ക് സ്റ്റാറ്റസ് വീഡിയോ ഒക്കെ തയ്യാറാക്കി തരും. അപ്പം ഇനി അതിൻ്റെ സ്വിച്ചിനെ കുറിച്ച് അറിയില്ല. നിങ്ങൾ ആ ലൈറ്റ് നോക്കണ്ട, ഞാൻ പറയുന്നത് കേട്ടാൽ മതി. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനത് ചെയ്യില്ല. നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരോട് ആരോടെങ്കിലും പോയി പറ, ഉമർ റളിയല്ലാഹുവിനോട് സംസാരിക്കാൻ എനിക്ക് കഴിയില്ല. അങ്ങനെ അവർ ആയിഷ ബീവിയുടെയും ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹയുടെയും അടുക്കൽ ചെന്നു. ഹഫ്സ ബീവി ഉമർ റളിയല്ലാഹുവിന്റെ മകളാണ് എന്ന് നിങ്ങൾ ഓർക്കുക. രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്ന സമയത്താണ് അവർ പോയി പറഞ്ഞത്, നിങ്ങളൊന്ന് ഉമറിനോട് പറയോ റളിയല്ലാഹു അൻഹു ഈ വസ്ത്രമൊക്കെ ഒന്ന് മാറ്റി നല്ല പ്രൗഢമായ ഒരു വസ്ത്രം ധരിക്കാൻ വേണ്ടി പറയോ. ഈ 12 കഷ്ണം തുന്നിയ വസ്ത്രം അണിഞ്ഞിട്ടൊക്കെ ഗസ്റ്റുകളെ സ്വീകരിക്കുമ്പോൾ അവർക്ക് റെസ്പെക്റ്റ് കുറയാൻ സാധ്യതയുണ്ട്. ആയിഷ ബീവി പറഞ്ഞു, ഞാൻ പറഞ്ഞോളാം. അപ്പൊ ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, റസൂലുള്ളാഹിന്റെ ഭാര്യ, അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ, അതായത് ഉമർ റളിയല്ലാഹുവിന്റെ മകള് പറഞ്ഞു, വാപ്പ അത് ചെയ്യുമെന്ന് എനിക്ക് അഭിപ്രായമില്ല, നിങ്ങൾക്കത് മനസ്സിലായിക്കൊള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. നല്ല ഹൃദയപൂർവ്വം കേൾക്കണം. എവിടെയെങ്കിലും ഒരു കണ്ണീര് പൊട്ടുന്നുവെങ്കിൽ ഈ രാത്രി പൊട്ടണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഉമർ തങ്ങളോട് ഞങ്ങൾ നിങ്ങളോടൊന്ന് സംസാരിക്കാൻ വന്നതാണ്, സമ്മതം തരുമോ?
ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞോളൂ മുത്തുനബിയുടെ ഭാര്യയെ നിങ്ങൾ പറഞ്ഞോളൂ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ നിങ്ങൾ പറഞ്ഞോളൂ. ആയിഷ ബീവി പറയാണേ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്കും തൃപ്തിയിലേക്കും എത്തിച്ചേർന്നിരിക്കുന്നുവല്ലോ. അതായത് വഫാത്തായി. അവിടുന്ന് ദുനിയാവിനെ ലക്ഷ്യം വെക്കുകയോ ദുനിയാവ് അവിടത്തെ ലക്ഷ്യം വെക്കുകയോ ചെയ്തിട്ടില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു അങ്ങനെ തന്നെയാണ് ജീവിച്ചു പോയത്. എന്നാൽ മശരിക്കും മഗ്രിബിന്റെയും കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും അധിപനായ കൈസറിന്റെ കൊട്ടാരങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് തുറന്നു തന്നു ഉമറേ. അവരുടെ സമ്പത്ത് നിങ്ങളിൽ എത്തിച്ചേരുകയും ചെയ്തില്ല ഉമറേ. അള്ളാഹുവിൽ നിന്ന് ഇനിയും കൂടുതൽ ലഭിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് ഉമർ തങ്ങളെ നിങ്ങൾ വസ്ത്രമൊന്ന് മാറ്റണം, ഭക്ഷണമൊന്ന് മാറ്റണം. ഇത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു വാവിട്ട് കരയാൻ തുടങ്ങി. ശക്തിയായി കരയാൻ തുടങ്ങി ഉമർ റളിയല്ലാഹു അൻഹു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം ഇതാ. പിന്നെയും എന്തിനാണ് കളർ ലൈറ്റ് എന്ന് ചോദിക്കും. ഞാനിപ്പോൾ എന്താ ചെയ്യുക? അത് എവിടെയെങ്കിലും ഒന്ന് നിർത്താൻ പറ്റുമോ നോക്കട്ടെ. അല്ലെങ്കിൽ എല്ലാവരും ചിന്ത കളർ ലൈറ്റിലാവും. ഹബീബിങ്ങളെ ഒരു മാർഗവും ഇല്ലാതെ അങ്ങനെ തന്നെ വർക്ക് ചെയ്യുള്ളൂ. നിങ്ങളത് ശ്രദ്ധിക്കണ്ട. അല്ല അപ്പം ഞാൻ എന്തുട്ടാ പറയാം, അത് പറ്റണില്ല. അപ്പം ഉമർ റളിയല്ലാഹു അൻഹു അവരോട് ചോദിക്കുകയാണ്, മൂന്നോ അഞ്ചോ പത്തോ ദിവസം തുടർച്ചയായി അള്ളാഹുവിന്റെ റസൂൽ വയറ് നിറയെ ഭക്ഷണം കഴിച്ചത് നിങ്ങൾക്കറിയുമോ? ഒന്നാമത്തെ ചോദ്യം. വഫാത്ത് വരെ രാത്രി ഭക്ഷണവും പ്രഭാത ഭക്ഷണവും ഒരുമിച്ച് കഴിച്ചത് നിങ്ങൾക്കറിയുമോ? ആയിഷ ബീവിയുടെ മറുപടി ഇല്ല. അടുത്ത ചോദ്യം. ഭൂമിയിൽ നിന്ന് ഒരു ചാൺ ഉയരത്തിലുള്ള സുപ്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം നൽകപ്പെട്ടതായി നിങ്ങൾക്കറിയുമോ? അവിടുന്ന് ഭക്ഷണം കൊണ്ടുവരാൻ കൽപ്പിക്കുകയും നിലത്ത് വെച്ച് ഭക്ഷിക്കുകയും സുപ്ര എടുത്തു കൊണ്ടുപോകാൻ കൽപ്പിക്കുകയും ചെയ്യാറില്ലായിരുന്നുവോ ആയിഷ ബീവി? അപ്പൊ അവർ മറുപടി പറഞ്ഞു അതെ. ശേഷം ഉമർ തങ്ങൾ പറയാണ്, നിങ്ങൾ രണ്ടുപേരും നബിയുടെ ഭാര്യമാരും ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുമാണ്. സത്യവിശ്വാസികൾക്ക് നിങ്ങളോട് കടപ്പാടുണ്ട്, എനിക്ക് പ്രത്യേകിച്ചുമുണ്ട്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും വന്ന് എന്നെ ദുനിയാവിനെ കുറിച്ച് കൊതിപ്പിക്കുകയാണ്. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, എനിക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രോമത്തിന്റെ ജുബ്ബയായിരുന്നു ധരിക്കാറുള്ളത്. അത് പരുക്കൻ വസ്ത്രമായതുകൊണ്ട് മുത്തുനബിയുടെ ശരീരം ചൊറിയാറുണ്ടെന്ന് നിങ്ങൾക്കറിയില്ലേ ആയിഷ റളിയല്ലാഹു അൻഹ? അപ്പൊ ആയിഷ ബീവി പറഞ്ഞു അതെ. വീണ്ടും ചോദ്യം. നിങ്ങൾക്കറിയില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പാളി മാത്രമുള്ള നീളം കുപ്പായത്തിലല്ലേ ഉറങ്ങാറുള്ളത്? ആയിഷ ബീവിയോട്. നിങ്ങളുടെ വീട്ടിൽ ഒട്ടകത്തിന്റെ ജീനിയുടെ മേൽ മയത്തിനു വേണ്ടി വിരിക്കുന്ന ഒരു വസ്ത്രമുണ്ടായിരുന്നില്ലയോ ആയിഷ?
പകൽ സമയത്ത് നബി അത് വിരിക്കുകയും ഇരിക്കുകയും രാത്രി സമയത്ത് അത് വിരിച്ചല്ലേ ഉറങ്ങാറുള്ളത് ആയിഷ. അതെ. വീണ്ടും ചോദ്യം, പായയിൽ മുത്തുനബി കിടന്നിട്ട് അവിടത്തെയുടെ ശരീരഭാഗങ്ങളിൽ പായയുടെ അടയാളങ്ങൾ കാണാറില്ലേ ആയിഷ? ആയിഷ പറഞ്ഞു അതെ. അടുത്ത ചോദ്യം ഹഫ്സ ബീവിയോടാണ്, തന്റെ മകളോട്. മോളെ ഹഫ്സ, നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത് ഒരിക്കൽ ആ വിരിപ്പ് കൂടുതൽ മാർദ്ദവമുള്ളതാകാൻ വേണ്ടി 2 മടക്കാക്കി വിരിക്കുകയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൽ കിടന്നുറങ്ങുകയും ചെയ്തു എന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. അന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ബാങ്ക് കേട്ട ശേഷമാണ് മുത്തുനബി ഉണർന്നത്. അത് സത്യമല്ലേ? അതായത് ഒരു വിരിപ്പ് 2 മടക്കാക്കിയപ്പോൾ അതിന് കുറച്ച് സോഫ്റ്റ്നെസ് കിട്ടി, ഒന്ന് മാർദ്ദവമായി. അപ്പൊ റസൂൽ ഒന്ന് കൂടുതൽ ഉറങ്ങിപ്പോയി. ബിലാലിന്റെ ബാങ്ക് കേട്ട ശേഷമല്ലേ ഉണർന്നത്? മുമ്പ് ഉറങ്ങുന്ന ആൾ ഉറങ്ങിപ്പോയി. അതെ. അന്ന് നിങ്ങളോട് മുത്തുനബി പറഞ്ഞില്ലേ, യാ ഹഫ്സ, നിങ്ങൾ എന്താണ് ചെയ്തത്? വിരിപ്പ് 2 മടക്കാക്കിയത് കാരണം സുബഹി വരെ ഞാൻ ഉറങ്ങിപ്പോയി. എനിക്കെന്തിനാണ് ദുനിയാവ്? വിരിപ്പിന്റെ മൃദുലത കൊണ്ട് നിങ്ങൾ എന്നെ ജോലിയാക്കുകയാണോ എന്ന് മുത്തുനബി നിങ്ങളോട് ചോദിച്ചില്ലേ മോളെ ഹഫ്സ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഹഫ്സ ബീവിയോട് ചോദിച്ചു. ഹബീബിങ്ങളെ, ഇതൊക്കെ പറയാൻ നമ്മുടെ മനസ്സൊന്ന് വിമലീകരിക്കപ്പെടാൻ ഈ റമദാനിൽ കാരണമാകുന്നതുകൊണ്ട് പറയാല്ല. നമ്മളൊക്കെ ബെഡിലല്ലേ കിടക്കുന്നത്. ബെഡില്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും കിടന്നുറങ്ങുമോ? ഒരു വിരിപ്പ്, ഈ ഒട്ടകത്തിന്റെ മുകളിൽ ഇരിക്കാൻ വേണ്ടി വിരിക്കുന്ന വിരിപ്പ്. ഹബീബിങ്ങളെ, നിങ്ങൾ ലൈറ്റ് നോക്കണ്ട. ഒട്ടകത്തിന്റെ മുകളിൽ ഇരിക്കാൻ വേണ്ടി മുത്തുനബിക്ക് വിരിച്ചു കൊടുക്കുന്ന വിരിപ്പ്, രോമത്തിന്റെ മാർദ്ദവമില്ലാത്ത വിരിപ്പ്, റസൂലുള്ള ഒന്ന് നന്നായി ഉറങ്ങിക്കോട്ടെ എന്ന് കരുതിയിട്ട് ആ ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ 2 മടക്കി. അപ്പൊ റസൂലുള്ള കുറച്ചു നേരം കൂടുതൽ ഉറങ്ങിപ്പോയി. അപ്പോ ഉറങ്ങിപ്പോയപ്പോ ഹഫ്സ ബീവിയോട് ചോദിക്കുകയാണ് ഉണർന്നിട്ട്, നിങ്ങൾ എന്നെ ദുനിയാവിനെ കൊണ്ട് ജോലിയാക്കുകയാണോ ഹഫ്സ? ഹബീബിങ്ങളെ, ഇത് കേൾക്കുന്ന നമുക്ക് അങ്ങനെ ആകാൻ പറ്റൂല്ലേ എന്നുള്ളത് മറ്റൊരു കാര്യം. ആകാൻ പറ്റിക്കൊള്ളുന്നില്ല. ഞാനും ബെഡിലാണ് കിടക്കുന്നത്. പക്ഷേ നമുക്ക് കിട്ടാതെ പോയ എന്തിൻ്റെങ്കിലും പേരിൽ നിങ്ങൾ ടെൻഷൻ അടിക്കുന്നതിന്, സമ്പത്തിന്റെ പേരിൽ അല്ലെങ്കിൽ വീട് സൗകര്യങ്ങളുടെ പേരിൽ, എന്തിൻ്റെങ്കിലും പേരിൽ നമ്മൾ ഈ റമദാനിൽ വേദന അനുഭവിക്കുന്നുവെങ്കിൽ ഈ രാത്രിയിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം കേട്ട് നമ്മൾ കരയണം. ഉമർ റളിയല്ലാഹു വീണ്ടും ചോദിച്ചു മോളോട്, യാ ഹഫ്സ, കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ സർവ്വ തെറ്റുകളിൽ നിന്നും മുത്തുനബിയെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയില്ലേ? അറിയാം. എന്നിട്ടും വഫാത്ത് വരെ അവിടെ നിന്ന് രാത്രിയും പകലും വിനയാന്യതരായി കരഞ്ഞുകൊണ്ട് റുക്കൂഉം സുജൂദും ചെയ്ത് ഉറക്കൊഴിച്ച് വിശപ്പിലായി ജീവിക്കുകയല്ലേ ചെയ്തത് മോളെ ഹഫ്സ? അതെ. മകള് പറയാ, 2 പേർക്ക് കരച്ചിൽ വരാൻ തുടങ്ങി. ആയിഷ ബീവിക്കും ഹഫ്സ ബീവിക്കും കരച്ചിൽ വരാൻ തുടങ്ങി ചോദിച്ചിട്ട്. അതിനാൽ നബിയുടെയും അബൂബക്കറിന്റെയും മാതൃക പിൻപറ്റി ഉമറിന് മുന്തിയ ഭക്ഷണം ഭക്ഷിക്കുകയോ മൃദുലമായ വസ്ത്രം ധരിക്കുകയോ വെള്ളവും സൈത്തുമല്ലാത്ത 2 കറികൾ ഒരുമിച്ച് കഴിക്കുകയോ മാസത്തിൽ ഒരിക്കലല്ലാതെ മാംസം ഉപയോഗിക്കുകയോ ചെയ്യില്ല. ആയിഷ ബീവിയും ഹഫ്സ ബീവിയും വിങ്ങി വിങ്ങി കരയുകയാണ്. വഫാത്ത് വരെ ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ തന്നെയാണ് ജീവിച്ചത്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, നമ്മൾ അങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ടല്ല ഇത് പറഞ്ഞു. പക്ഷെ നമുക്കില്ലാതെ പോയതിന്റെ പേരിൽ ഇനി നമ്മൾ ടെൻഷൻ അടിക്കരുത്. ഈ രാത്രി പിന്നിട്ട ടെൻഷൻ അടിക്കരുത്. അള്ളാഹു എന്താണ് വിധിച്ച് അതേ സംഭവിക്കുള്ളൂ എന്ന് ഉറച്ചു വിശ്വസിച്ചോളൂ. ഉമർ റളിയല്ലാഹുവിന്റെ കമീസിൽ 12 കഷ്ണങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. കിസ്റ പനിക്കും കൈസറും വിറയ്ക്കുന്നതാ മിസ്റിൽ മുഖൗഖിസ് കേട്ടുടഞ്ഞെട്ടുന്നതാ
അവരാണ് അമീറുൽ മുഅ്മിനീൻ ഉമറല്ലോ, ജനസേവകന്മാർക്കുള്ള മാതൃകയല്ലോ എന്ന് പറയപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അവസ്ഥയാണ്. യാ അല്ലാ, യാ അല്ലാ, യാ അല്ലാ, യാ അല്ലാ, യാ അല്ലാ, യാ അല്ലാ. ഖലീഫ ഉമർ റളിയല്ലാഹുവിന്റെ കാര്യം നിരീക്ഷിക്കാൻ വേണ്ടി റോമിലെ കൈസർ രാജാവ് ഒരു ദൂതനെ അയച്ചു. ഇനി പറയാൻ പോകുന്ന സംഭവം ഒരു പക്ഷെ നിങ്ങൾ കേട്ടതായിരിക്കും, നേരത്തെ പറഞ്ഞത് കേൾക്കാത്താണ്, എന്നാലും ആദ്യമായി കേൾക്കുന്ന പോലെ കേട്ടോളൂ. മദീനയിലെത്തിയ ദൂതൻ ചോദിച്ചു, നിങ്ങളുടെ രാജാവ് എവിടെ എന്ന്. മദീനക്കാർ പറഞ്ഞു, ഞങ്ങൾക്ക് രാജാവില്ല, ഞങ്ങൾക്ക് അമീറാണുള്ളത്. അദ്ദേഹം മദീനയുടെ പുറത്തു പോയതാണ്, ഏതാണ്ട് ഏരിയ പറഞ്ഞു കൊടുത്തു. ദൂതൻ ഉമർ റളിയല്ലാഹുവിനെ അന്വേഷിച്ച് നടന്നു. ഒടുവിൽ ഒരു ഈത്തപ്പനയുടെ ചുവട്ടിൽ തന്റെ ജുബ്ബ അഴിച്ചത് തലയിണയാക്കി ചുടുമണലിൽ സൂര്യനു താഴെ കിടന്നുറങ്ങുന്ന ഉമർ റളിയല്ലാഹുവിനെ അദ്ദേഹത്തിന് കണ്ടു. അടുത്തുള്ളവരോട് ചോദിച്ചു, ഖലീഫ ഉമറാണോ കിടക്കുന്നത്? അവർ പറഞ്ഞു അതെ. കൈസറിന്റെ ദൂതൻ പോയി നോക്കുമ്പോൾ ഉമർ റളിയല്ലാഹുവിന്റെ ശരീരത്തിൽ നിന്ന് ഒഴുകിയ വിയർപ്പു കാരണം മണല് നനഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടതോടെ ദൂതന്റെ മനസ്സിൽ ഭയമേറി. ഉമർ റളിയല്ലാഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, രാജാക്കന്മാർ അങ്ങയെ ഭയന്ന് സമാധാനമില്ലാതെ ജീവിക്കുകയാണ്. അങ്ങയുടെ അവസ്ഥയാണെങ്കിലോ ഇങ്ങനെ. അനീതി ചെയ്യുമെന്നുള്ള പേടി കൊണ്ടല്ല, നീതി നടപ്പിലാക്കുമെന്ന പേടി കൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ അവർ ഭയന്നത്. എന്നിട്ട് ആ ദൂതൻ പറയാണ്, യാ ഉമർ, നിങ്ങൾ നീതി കാണിച്ചതിനാൽ നിർഭയനായിട്ട് ഉറങ്ങുന്നു. രാജാക്കന്മാർ അക്രമം കാണിച്ചതിനാൽ അവർ ഭയന്ന് ഉറക്കമൊഴിച്ച് ജീവിക്കുന്നു. എന്തൊരു വാക്കാണതില്ലേ? രാജാക്കന്മാർ അക്രമം കാണിച്ചതിനാൽ അവർ പേടിച്ച് ഉറക്കമൊഴിച്ച് ജീവിക്കുന്നു. നിങ്ങൾ നീതി കാണിച്ചതിനാൽ ആരെയും ഭയമില്ലാതെ ഇങ്ങനെ ഒരു സുരക്ഷയുമില്ലാതെ കിടന്നുറങ്ങുന്നു. നിശ്ചയം നിങ്ങളുടെ മതമാണ് സത്യമതം എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. കൈസർ രാജാവിന്റെ ദൂതനായിട്ടല്ല ഞാൻ വന്നിരുന്നതെങ്കിൽ ഞാനിപ്പോൾ മുസ്ലിമാകുമായിരുന്നു. എങ്കിലും ഞാൻ മടങ്ങി വരും ഉമറേ, വന്നിട്ട് മുസ്ലിമാകുന്നതാണ്. വലാകിന്നക യാ ഉമറു അദൽത ഫഅമിൻത ഫനിംത വമുൽകുനാ യജൂറു ഫലാ ജറമ അന്നഹു ലാ യസാലു സാഹിറാ ഖായിഫാ വലൗലാ അന്നനി അതൈതു റസൂലൻ ലഅസ്ലംതു വലാകിന്നി അഊദു വഉസ്ലിം. അസ്ലിം എന്തൊരു വാക്കാണ്! അതായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. പകല് മുഴുവൻ പരിശ്രമവും രാത്രി ഉറക്കമൊഴിക്കുന്നതും കണ്ട് ചിലർ അദ്ദേഹത്തെ ഉപദേശിക്കാൻ ശ്രമിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു മറുപടി ഇങ്ങനെയായിരുന്നു: പകൽ സമയം ഞാൻ ഉറങ്ങിയാൽ പ്രജകളുടെ കാര്യങ്ങൾ നഷ്ടപ്പെടും, രാത്രി ഉറങ്ങിയാൽ എന്റെ ശരീരത്തിന്റെ കാര്യവും നഷ്ടപ്പെടും. ഇത് രണ്ടും ഉള്ളപ്പോൾ ഞാൻ എങ്ങനെ ഉറങ്ങാനാണ്? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം. അല്ലാഹുവേ, ഇനി ഒരു സംഭവം പറയാം. ഒരു രാത്രി ഉമർ റളിയല്ലാഹു അൻഹു രാത്രി ഇങ്ങനെ കറങ്ങി നടക്കാറുണ്ടല്ലോ. അത് കടപ്പുറത്ത് കൂടെ നമ്മൾ റമദാനിൽ ജ്യൂസ് കുടിക്കാൻ നടക്കുന്നത് പോലെയുള്ള നടത്തല്ല. ആളുകൾക്ക് വല്ല പ്രയാസമുണ്ടോ,
ബുദ്ധിമുട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയുള്ള നടത്തം. അങ്ങനെ ഒരു രാത്രി നടക്കുമ്പോൾ അദ്ദേഹത്തിന് ക്ഷീണം തോന്നി. അപ്പോൾ ഒരു മതിലിൽ ചാരിയിരുന്നപ്പോൾ വീട്ടിന്റെ ഉള്ളിൽ നിന്നൊരു ശബ്ദം കേട്ടു. യാ യബ്നതാ ഖൂമീ ഇലാ ദാലിക്കൽ ലബനി, നീ എഴുന്നേൽക്ക്, പാലിൽ വെള്ളം ചേർക്ക്. നമ്മുടെ കുട്ടിക്കാലത്ത് കേട്ട ഒരു കഥയാണിത്. പക്ഷെ ഞാനതിൻ്റെ രണ്ടാമത്തെ ട്വിസ്റ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് പറയുന്നത്. പാലിൽ വെള്ളം ചേർക്ക്, രാത്രി പുലരാൻ സമയമായല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ മോള് പറഞ്ഞു, ഉമ്മ, ഇന്ന് അമീറുൽ മുഅ്മിനീൻ കൽപ്പിച്ച തീരുമാനം നിങ്ങൾക്കറിയില്ലേ? പാലിലാരും വെള്ളം ചേർക്കരുതെന്ന് അദ്ദേഹത്തിന്റെ ഉത്തരവുകാരൻ വിളിച്ചറിയിച്ചത് കേട്ടിട്ടില്ലേ? അപ്പൊ മാതാവ് പറയാണ്, നമ്മളൊക്കെ പറയുന്നൊരു ന്യായം, മോളെ, ഉമറോ അദ്ദേഹത്തിന്റെ ഉത്തരവുകാരനോ ഉറക്കത്തിലല്ലേ? ഇപ്പോൾ ഇത് രാത്രിയല്ലേ, പുലർക്കാലമല്ലേ, അവരൊന്നും കാണൂലല്ലോ, നീ വെള്ളം ചേർക്ക്. അപ്പൊ കുട്ടി പറയാം, യാ ഉമ്മ വല്ലാഹി മാ കുന്തു ലൗ തിഉഹു ഫിൽ മലഇ വഅസീഹി ഫിൽ ഖലാഅ. പരസ്യമായി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഉത്തരവുകളെ അംഗീകരിക്കുകയും രഹസ്യമായി ഉമർ ഖലീഫയുടെ ഉത്തരവിനെ എതിരു പ്രവർത്തിക്കുകയും ഞാൻ ചെയ്യില്ല എന്ന മോള് ഉമ്മയോട് തർക്കിച്ചു. ഈ സംഭാഷണം മുഴുവൻ കേട്ട ഉമർ റളിയല്ലാഹു അൻഹു കൂടെ യാത്ര ചെയ്യാറുള്ള അസ്ലം റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഈ കവാടത്തിനൊരു അടയാളം വെക്ക്, ഈ സ്ഥലം മനസ്സിലാക്കണം, വീടിനൊരു അടയാളം വെക്കൂ. എന്നിട്ട് അസ്ലം റളിയല്ലാഹു അൻഹു പറയാണ്, പ്രഭാതമായപ്പോൾ ഉമർ എന്നോട് പറഞ്ഞു, യാ അസ്ലം, നീ ആ സ്ഥലത്ത് പോയി ആരാണ് രാത്രി സംസാരിച്ചതെന്നും ആ പെൺകുട്ടിക്ക് ഭർത്താവുണ്ടോ എന്നും അന്വേഷിക്കൂ. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. അത് അവിവാഹിതയായ ഒരു പെൺകുട്ടിയും അവളുടെ ഉമ്മയും മാത്രമുള്ള വീടാണെന്ന് മനസ്സിലായി. അവിടെ മറ്റു പുരുഷന്മാരാരുമില്ല. ഞാൻ ചെന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് വിവരങ്ങൾ പറഞ്ഞു. പെൺകുട്ടിയുടെ സത്യസന്ധതയും തഖ്വയും മനസ്സിലാക്കിയ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ആൺമക്കളെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, നിങ്ങളിൽ ആർക്കെങ്കിലും ഞാൻ വിവാഹം ചെയ്തു തരേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അബ്ദുള്ള എന്ന് പറഞ്ഞ മകൻ പറഞ്ഞു, എനിക്ക് ഭാര്യയുണ്ട്, വേറെ കല്യാണം വേണ്ട. അബ്ദുറഹ്മാൻ എന്ന മകൻ പറഞ്ഞു, എനിക്കും ഭാര്യയുണ്ട്, അപ്പൊ വേറെ കല്യാണം വേണ്ട. ആസിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, വേറൊരു മകനാണ്, എനിക്ക് ഭാര്യയില്ലല്ലോ, അതിനാൽ എനിക്ക് വിവാഹം ചെയ്തു തരും. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങളുടെ പിതാവിന് ദാമ്പത്യ ജീവിതത്തിനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ ആ പെൺകുട്ടിയെ ഞാൻ വിവാഹം ചെയ്യുമായിരുന്നു. അത്ര നല്ല മോളാണ് മകനെ. അങ്ങനെ ആസിം റളിയല്ലാഹു അൻഹു ആ പെൺകുട്ടിയെ വിവാഹം ചെയ്തു. ആ പെൺകുട്ടിയുടെ പേര് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്താൽ നന്നായിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ പറയാം, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ആ പെൺകുട്ടിയുടെ പേരെന്താണ്? ഇവിടെ നിന്നാണ് ട്വിസ്റ്റ് ആരംഭിക്കുന്നത്. ആ പെൺകുട്ടിയുടെ പേരെന്താണ്? നമുക്ക് പെട്ടെന്ന് നിർത്തണം കേട്ടോ, ഒരുപാട് വൈകിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യും. അറിയില്ലെങ്കിൽ അറിയില്ല എന്നെങ്കിലും കമന്റ് ചെയ്യും. ആശിക് മട്ടന്നൂർ പറഞ്ഞ പോലെ അടുത്ത അധ്യയന വർഷം തമിഴ്നാട്ടിൽ ഉമർ റളിയല്ലാഹുവിന്റെ ചരിത്രം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നു. മാഷാ അല്ലാ. ഫാത്തിമ അബ്ദുള്ള എന്നും പേരുണ്ടാവും കേട്ടോ, അത് കാരണണ്ടായിരിക്കും. ഉമ്മലിമ്മ എന്നാണോ പേര്? ഫാത്തിമ എന്നാണ് എല്ലാവരും പറയുന്നത്.
അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് കമൻറ്റ് ചെയ്താൽ അത്ര ആൾക്കാർ കമൻറ്റ് ചെയ്യുമെന്ന് അറിയാലോ, നമുക്ക് എത്ര ആളുണ്ടെന്ന് അറിയാലോ. ഇപ്പോൾ വന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഞാനിതിപ്പോൾ പറയാം. ആരിഫ് തണ്ണീർക്കോട് പറയുന്നു ലൈല എന്നാണ്. ഒരുപാട് പേർ ഫാത്തിമ എന്ന് പറയുന്നത് കാരണം ചിലപ്പോൾ അങ്ങനെ പേരുണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ശരിക്ക് പേര് പറയട്ടെ, നസീർ ആറം. നസീർ ഉറങ്ങിയിട്ടില്ലല്ലേ? ഇത് ഭയങ്കര ട്വിസ്റ്റുള്ള ഒരു സംഭവമാണ്. മുഹമ്മദ് നിഷാദ് ഇ.കെ. നിഷാദ് അലനല്ലൂർ ഗൾഫ് പോയിട്ടില്ലല്ലോ. എന്നാ പറയാം, നമുക്ക് കാത്തുക്കാൻ സമയമല്ലോ. ഉമ്മു അമ്മാറ എന്നാണ് പേര്. ഉമ്മു അമ്മാറ. അവർക്ക് ഫാത്തിമ എന്നും പേരുണ്ടോ സംശയമുണ്ട് കേട്ടോ. എനിക്കങ്ങനെ സംശയമുണ്ട്, ഉറപ്പ് ഞാൻ പറയില്ല. ഉമ്മു അമ്മാറ എന്ന പേര്. അപ്പോൾ ആ ഉമ്മു അമ്മാറ എന്ന് പറയുന്ന ആ കുട്ടിയെ കല്യാണം ചെയ്തു. ഫാത്തിമ എന്ന് പേരുണ്ട് സംശയമുണ്ട്, ഞാൻ മുമ്പ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആ ദാമ്പത്യ ജീവിതത്തിൽ 2 പെൺമക്കൾ ഉണ്ടായി. ഒന്നിന്റെ പേര് ഹഫ്സ എന്നാണ്, ഒന്നിന്റെ പേര് ലൈല എന്നാണ്. 2 മക്കൾ, ഒന്ന് ഹഫ്സ ഒന്ന് ലൈല. അതിൽ ലൈല എന്ന് പറയുന്ന കുട്ടിയെ ഖലീഫ മർവാൻ ഇബ്നുൽ ഹക്കം റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുൽ അസീസ് ഇബ്നു മർവാൻ റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചു ലൈലയെ. അതായത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകന്റെ മകളായ ലൈലയെ കല്യാണം കഴിച്ചത് അബ്ദുൽ അസീസ് ഇബ്നു മർവാൻ ആണ് കല്യാണം കഴിച്ചത്. ആ ദാമ്പത്യ ജീവിതത്തിൽ ജനിച്ച കുഞ്ഞാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. 5ാം ഖലീഫ എന്ന പേരിൽ അറിയപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. കട്ടായോ സംശയം കേട്ടോ, കട്ടായോ? കട്ടായോ? ലൈവ് കട്ടായോ? ആദ്യകാലത്തെ ലൈവിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരാണ് ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് എന്ന പേരിൽ അറിയപ്പെട്ട 5ാം ഖലീഫ എന്ന. ഇനി മറക്കരുത് കേട്ടോ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകന്റെ മകളായ ലൈല. ആ ലൈലയെ കല്യാണം കഴിച്ചത് മർവാൻ ഇബ്നു അബ്ദുൽ അസീസ് ആണ്. ആ ദാമ്പത്യ വല്ലരിയിൽ പിറന്ന മകനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. അപ്പോ ഈ അബ്ദുൽ അസീസ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അവരാണ് ഒരിക്കൽ നമ്മൾ മുമ്പ് പാടിയിട്ടുണ്ട്, നമുക്കൊന്ന് പാടട്ടോ. ഉണ്ടു സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി 4 കയ്യിൽ, ഉണ്ടു പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. ഭാര്യയോട് പറയാണ്, മുന്തിരി തിന്നാൻ ആഗ്രഹമുണ്ട്, കയ്യിൽ പൈസ അല്ല, നിന്റെ കയ്യിലുണ്ടോ? അപ്പൊ ഭാര്യ പറയാണ്, അങ്ങാര് എന്നറിയില്ലേ, അങ്ങീ നാട്ടിലെ രാജാവല്ലേ, അങ്ങ് വെറും 4 യാചകനായെന്നോ. അങ്ങീ രാജ്യത്തിലെ അമീറാണ്, അങ്ങയുടെ കയ്യിൽ പൈസ ഇല്ലാത്ത യാചകനായോന്ന്. ഈ പാട്ടിയെ മുമ്പേ പാടിയുണ്ട്. അന്ന് പാടിയത് ഉമറുല്ലാന്റെ ചരിത്രം പറഞ്ഞപ്പോഴല്ല, ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹുവിന്റെ ചരിത്രം പറഞ്ഞപ്പോഴാണ്. പ്രാണസഖി നന്നായി അറിയാം ഞാനീ നാട്ടിലമീറാണെന്ന്, എന്നാലും എന്റേതായൊരു
ദീർഘവുമില്ല പ്രിയേ. കയ്യിൽ 5 പൈസ ഇല്ല. എനിക്കറിയാം ഞാൻ നാട്ടിലെ ഖലീഫയാണെന്ന്. അമവിയാം രാജകുമാരൻ സുഗലോലുബനം ഇബ്നുൽ അസീസും അധികാരം കൈവന്നപ്പോൾ ഫക്കീറായി മാറി. ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസും പിന്നെന്താ ബദറുൽ മുനീർ തൻ ഫാത്തിമ തമ്മിൽ ഉണ്ടായ സംഭാഷണമാം ഒന്നിട് കേട്ടിടുവീൻ. അങ്ങനെ തന്നെ കൊണ്ട് പാട്ട്. ഈ പാട്ടിൽ ഫാത്തിമ ബീവി എന്ന് പറഞ്ഞാൽ അബ്ദുൽ അസീസിന്റെ ഭാര്യനെ കുറിച്ചാണ് ആ ഫാത്തിമ ബീവി, അല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞ ആളെ അല്ല. അതായത് ആ കുഞ്ഞാണ് ആദ്യം മുന്തി പറയണ്ടേ, ഉമറുല്ലാന്റെ മകന്റെ മകളായ ലൈലയിലുണ്ടായ മകനാണ് ആര്, ഉമർ ബിൻ അബ്ദുൽ അസീസ്. അദ്ദേഹത്തിന്റെ പത്നിയാണ് ഈ ഫാത്തിമ. അല്ല നിങ്ങൾ പറഞ്ഞ ഫാത്തിമ അല്ല കേട്ടോ. ഓക്കെ, നിങ്ങൾ ഫാത്തിമ എന്ന് പറയാൻ കാരണം ചിലപ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ പത്നി ആരാന്ന് ചോദിച്ചു എന്ന് കരുതിയിട്ടാണ്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ മകൾ ഫാത്തിമയാണ്. പക്ഷെ ആ പാലിൽ വെള്ളം ചേർക്കൂല എന്ന് പറഞ്ഞത് ഫാത്തിമയല്ല. ഒരു കിഴവി അവരുടെ വീട്ടിലെ പുനർനിർമ്മാണം ചെയ്യുവാനായി ഒരു ദിവസം ഉമറിൻ വീട്ടിൽ വന്നവർ ചൊല്ലുകയായി, ഒരു കാര്യം ചൊല്ലു പെണ്ണെ, ഉമർ ഖലീഫ താമസമെവിടെ, ഒരു കാര്യം അവരോടോതാൻ തങ്ങളുടെ വീടെവിടെ. ഒരു കുടിലിൽ ചെന്ന് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ പത്നിയോട് ചോദിക്കുകയാണ്, ഖലീഫ എവിടെയാണ്, അവരെ വീടൊന്ന് കാണിച്ചു തരുമോ? അപ്പൊ ആ ഭാര്യ പറയാണ്, ഇതു കേട്ട് പുഞ്ചിരിയോടെ ഫാത്തിമ ചൊല്ലി, നിങ്ങളിരിക്കൂ, ഇത് തന്നെ അവരുടെ വീട്, കാര്യം ചൊല്ലിടുവീൻ. അപ്പൊ ആ ഉമ്മാമ പറയാ, ഇത് ഈ കൂര ഉമറു ഖലീഫ തങ്ങളുടെ വീടോ, സുബ്ഹാനല്ലാ, ഇതുപോലെ വേറൊരു കുടിലും നാട്ടിലുമില്ലല്ലാ, ഇതുപോലെ നിരവധി നിസ്തുല മാതൃക കാട്ടിയ ജനസേവകനാം ഇബ്നുൽ അസീസ് റയ്യുസായിദീൻ, കേൾക്കുക സോദരരെ. ഇതാണ് ഹബീബിങ്ങളെ ആ പാട്ട്. നമ്മുടെ വിഷയം ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയലല്ല, ഞാനൊരു ട്വിസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ പാലിൽ വെള്ളം ചേർക്കാത്ത ആ പെൺകുട്ടിയുടെ ആ പെൺകുട്ടിയിൽ ഉണ്ടായ കുട്ടിയാണ് ലൈല, അതിലുണ്ടായ കുട്ടിയാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ്. ഓക്കെ, നമുക്ക് ആ ഫേസ്ബുക്ക് പോസ്റ്റ് തങ്ങളൊന്ന് പൊക്കിയിട്ടോ, നമുക്കൊന്ന് ഗ്രൂപ്പിലിടാന്നിട്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാര്യം പറഞ്ഞാണ്. ഓക്കെ,
അബൂലുലഹത്തിന്റെ കുത്തേറ്റിട്ട് കഥാപ്രസംഗമാണോ എന്നൊരാൾ. കഥാപ്രസംഗം പറയാൻ എനിക്ക് പാട്ടൊന്നും അറിയില്ല ഭായി. നിങ്ങൾ ആദ്യം മുതൽ കേൾക്കാത്തകാരുണ്ടായിരിക്കും അങ്ങനെ ചോദിച്ചത്. അബൂലുലഹത്തിന്റെ കുത്തേറ്റ് ഉമർ റളിയല്ലാഹു അൻഹു മരണശയ്യയിൽ കിടക്കുന്ന സമയത്ത് ഒരു യുവാവ് അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നു. അദ്ദേഹം പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സഹവാസവും ഇസ്ലാമിലേക്ക് നേരത്തെ കടന്നു വന്നതും പിന്നീട് നിങ്ങൾ മദീനയുടെ ഖലീഫയായതും അതിൽ നിങ്ങൾ നീതി കാണിച്ചതും അവസാനം നിങ്ങൾ രക്തസാക്ഷിത്വം ലഭിക്കാനിരിക്കുന്നതും ഇതെല്ലാം അല്ലാഹു നിങ്ങൾക്ക് നൽകിയ സന്തോഷങ്ങളാണല്ലോ ഉമറേ. അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ സന്തോഷിക്കുവീൻ. അങ്ങനെ ഉമർ റളിയല്ലാഹുവിനെ കുറിച്ച് നല്ല വാക്കൊക്കെ പറഞ്ഞാൽ തിരിച്ചു മടങ്ങാൻ പോവാണ്. അപ്പൊ ഉമർ റളിയല്ലാഹു അദ്ദേഹത്തിന്റെ വസ്ത്രം നിലത്ത് തട്ടുന്ന രൂപത്തിൽ ഇങ്ങനെ ധരിച്ചത് കണ്ടു. ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഇർഫഅ സൗബക ഫഇന്നഹു അൻഖാലി സൗബിക വഅത്ഖാലി റബ്ബിക്. വസ്ത്രമുയർത്ത്, അത് നിന്റെ വസ്ത്രത്തെ കൂടുതൽ വൃത്തിയുള്ളതാക്കും, നിന്റെ റബ്ബിനോടുള്ള വലിയ തഖ്വയുമാകുന്നു എന്ന് പറഞ്ഞു. അതായത് ഉമർ റളിയല്ലാഹുവിനെ ഇങ്ങനെ പൊക്കിയടിച്ചിട്ട് ഉള്ളതൊക്കെ തന്നെയാണ് പറഞ്ഞത്. ഇങ്ങനെ പോകുമ്പോൾ ഉമർ റളിയല്ലാഹു എന്നാ അതിലിങ്ങനെ രസം പിടിച്ചിരിക്കുകയല്ലേ ചെയ്ത്. അദ്ദേഹത്തിൽ നിന്ന് ചെറിയൊരു പിഴവ് കണ്ടപ്പോൾ തിരുത്തി കൊടുക്കുകയാണ് ചെയ്തത്. അല്ലാഹുമ്മ സല്ലി അലാ. ഒരിക്കൽ ഷാമിലേക്കുള്ള ഇത് കഴിഞ്ഞ് നമ്മൾ നിർത്തിട്ടോ. ഒരു ഷാമിലേക്കുള്ള യാത്രക്കിടയിൽ ഉമർ റളിയല്ലാഹു അൻഹു കൂടെ തന്റെ ഭൃത്യനുണ്ട്, സേവകനുണ്ട്. അങ്ങനെ ഊഴം വെച്ചിട്ട് ഒട്ടകത്തിന്റെ മുകളിൽ കയറാൻ അവരാഗ്രഹിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു ഒട്ടകപ്പുറത്ത് കയറിയാൽ ഒരു ഫർസഖ് സഞ്ചരിക്കും. അതായത് ഒരു ഫർസഖ് പറഞ്ഞാൽ 3 മൈൽ. അപ്പൊ ഭൃത്യൻ ഒട്ടകത്തിന്റെ കടിഞ്ഞാൻ പിടിച്ചിങ്ങനെ നടക്കും. ഉമർ റളിയല്ലാഹു ഒട്ടകപ്പുറത്തിരിക്കും. 3 മൈൽ കഴിഞ്ഞാൽ ഉമർ റളിയല്ലാഹു അൻഹു ഇറങ്ങും. എന്നിട്ട് ഭൃത്യനെ അതിന്റെ മുകളിൽ കയറ്റും. അങ്ങനെയാണ് പതിവ്. അങ്ങനെ ഷാമിന്റെ നഗരത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഒട്ടകത്തെ തെളിക്കുകയാണ്. ഊഴമനുസരിച്ച് ഭൃത്യനാണ് മുകളിലിരിക്കുന്നത്. ഭൃത്യൻ പറഞ്ഞു, ഞാൻ താഴെ ഇറങ്ങാം, നിങ്ങൾ മുകളിൽ കയറൂ ഖലീഫ. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് നീതിയല്ലല്ലോ, നിങ്ങളുടെ ഊഴമാണ്, നിങ്ങളെന്നെ ഒട്ടകപ്പുറത്തിരുന്നോളൂ. വഴിയിൽ ഒരു വെള്ളക്കെട്ട് കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ചെരിപ്പഴിച്ചിങ്ങനെ വെച്ചു. ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് പിടിച്ചു വെള്ളത്തിലേക്ക് ഇറങ്ങുകയും ചെയ്തു. അങ്ങനെ നഗരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഷാമിൽ അന്നത്തെ ഗവർണറായിരുന്നത് അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹു ആണ്. മദീനയുടെ ഖലീഫ ഷാമിലേക്ക് വരികയാണ്. മുഹമ്മദ് അനസ്. 2 തവണയാലും കമന്റ് ചെയ്യണം, ഉസ്താദ് നിങ്ങളൊന്ന് കാണണം എന്നുണ്ട്. എവിടെ വന്നാൽ കാണാൻ പറ്റില്ലെന്നില്ല. 4-5 വർഷത്തിൽ ഒറ്റത്തവണ കണ്ടു. നമ്മളെ കണ്ടിട്ട് എന്തുട്ടാണ് കാര്യം? കാണാനുള്ള കോപ്പില്ലല്ലോ. അപ്പോ ഗവർണർ പറയാണ് രാജാവിനോട്, അതായത് ഖലീഫയോട്, ഓ അമീറുൽ മുഅ്മിനീൻ, ഇന്നമാ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം ഫലാ നുബാലി മിൻ മഖാലത്തിൻ നാസ്. ഖലീഫയോട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഷാമിലെ പ്രമാണിമാർ അങ്ങയെ കാണാൻ വരും. ഈ രൂപത്തിൽ അങ്ങയെ കണ്ടാൽ ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ട് ചെരുപ്പൊക്കെ ഒന്നിട്ട് ഒട്ടകപ്പുറത്ത് കയറി ഒന്ന് ഉഷാറായിട്ട് കിടന്ന പോരെ. അപ്പോഴാണ് പറഞ്ഞത്, ഇന്നമാ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം ഫലാ നുബാലി മിൻ മഖാലത്തിൻ നാസ്. നിശ്ചയം ഇസ്ലാം മതത്തെ കൊണ്ട് അള്ളാഹു നമ്മെ ഇസ്സത്തിലാക്കിയിരിക്കുന്നു, അഭിമാനം നൽകിയിരിക്കുന്നു. അതിനാൽ ജനങ്ങളുടെ സംസാരം നാം പ്രശ്നമാക്കുന്നില്ല എന്നായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി.
ബാക്കി നമുക്ക് നാളെ പറഞ്ഞ പോലെ ഉമർ അള്ളാന്റെ സംഭവം നാളെ പറയാം. കുറെ വൈകിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഒരു ഭയങ്കര സംഭവമാണ്. നമ്മൾ മുമ്പ് ലൈവിൽ പറയാത്ത ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നത്. ഇൻഷാ അല്ലാ നാളെ ചിലപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിലായിരിക്കും, മറ്റന്നാൾ വീണ്ടും ലൈവിൽ വരും. അപ്പോൾ നിങ്ങളൊന്ന് ഷെയർ ചെയ്തോളൂ. കാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹു നമ്മെല്ലാം രക്ഷപ്പെടുത്തട്ടെ. ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിനൊരു അയവ് വരും, ഒരു സോഫ്റ്റ്നെസ് വരും. നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള അഹങ്കാരമുണ്ടെങ്കിൽ, ആരെങ്കിലും നമ്മൾ ചെറുതായി കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മളൊന്നുമല്ല എന്ന് തിരിച്ചറിയും. ഉമർ റളിയല്ലാഹുവിന്റെ ഈ സംഭവം പറഞ്ഞപ്പോൾ പഠിച്ചവനെ, അതുകൊണ്ട് ബി കോൺഫിഡൻസ്, നന്നായിരിക്കൂ, ഒന്നിലും നിരാശപ്പെടേണ്ട, എല്ലാം അള്ളാഹു നമുക്ക് ഖൈറിലാക്കി തരും എന്ന സന്തോഷത്തോടെ ഇരിക്കൂ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സല്ലി അലാ സയ്യിദിനാ. കാരുണ്യവാനും ദയാപരനുമായ അള്ളാഹുവേ, ജന്നത്തുൽ ഫിർദൗസിൽ അവരെയും ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ അള്ളാഹുവേ. അമലൊന്നുമില്ല സ്വർഗത്ത് പോവാൻ, എങ്ങനെയെങ്കിലും സ്വർഗത്തിൻ്റെ ഒരു മൂലയിലെങ്കിലും ഒരു ഇടം തരണേ അള്ളാഹുവേ. ഞങ്ങളിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സ്നേഹജനങ്ങൾ, അവർക്കൊക്കെ ഖബറിടം നീ സ്വർഗീയ ആരാമാക്കി കൊടുക്കണേ തമ്പുരാനെ. ഒരു സഹോദരൻ മരിച്ചതിൻ്റെ ആണ്ട് ദിവസമാണ് ഇന്ന്. ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അല്ലാഹുവേ. അവർക്ക് സ്വർഗത്തിൽ അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ തമ്പുരാനെ. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ദുആ വസിയത്തൊക്കെ ഞാൻ എടുത്ത് പറയാറുണ്ട്. ഓക്കെ, നമ്മുടെ കബീർ സാഹിബ് തൃശ്ശൂർ, അവരുടെ മൂത്താപ്പാടെ മകളാണ്, സ്വന്തം പെങ്ങളുടെ സ്ഥാനത്തുള്ളതാണ്. അവർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ, ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തീർത്തു തരട്ടെ. നമ്മുടെ സന്താനങ്ങളെ അള്ളാഹു സാലിഹ്യങ്ങളാകട്ടെ. അവരുടെ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും അള്ളാഹു വിജയിപ്പിക്കട്ടെ. വിവാഹപ്രായമെത്തിയവരുടെ വിവാഹം സന്തോഷപൂർവ്വം നടത്താൻ അവരുടെ മാതാപിതാക്കൾക്ക് തൗഫീക്ക് നൽകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്, അള്ളാഹുവെ ശിഫ നൽകണേ. അല്ലാഹുമ്മ അദ്ഹിബിൽ ബഅസ റബ്ബന്നാസി വശ്ഫി അന്ത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമൻ വലാ അലമ ലാഹിരിയൻ വബാത്തിനിയൻ വറൂഹാനിയൻ വജിസ്മാനിയൻ വശൈത്വാനിയൻ വജിന്നിയൻ വസിഹ്രിയൻ വഐനിയൻ ശിഫാഅൻ ലാ യുഗാദിറു സഖമൻ വലാ അലമ ബിഹഖി അലിഫ് ലാം മീം ഹിമായത്തുനാ കാഫ് ഖായ ഐൻ സ്വാദ് വബിഹഖി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹഖി മദ്ഹി നബിയിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വബിഹഖി സയ്യിദനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവേ ശിഫയാക്കണേ തമ്പുരാനെ. ഇനി എന്താ, കടമുള്ളവരുടെ കടം വീട്ടിൽ തന്നെ അല്ലാഹുവേ. സന്താനങ്ങളില്ലാത്തവർക്ക് സ്വാലിഹ്യങ്ങളായ സന്താനങ്ങൾ നൽകണേ തമ്പുരാനെ. സിഹറിൽ നിന്ന് രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. കച്ചവടം ചെയ്യുന്നവരുടെ കച്ചവടത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹുവേ. വിദേശ രാജ്യങ്ങളിലുള്ള ആൾക്കാരുണ്ട് റബ്ബേ, അവരുടെയൊക്കെ ജീവിതം സംരക്ഷിക്കണേ തമ്പുരാനെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ ഞങ്ങളെയും ഞങ്ങളുടെ അഹലിനെയും കാക്കണേ അല്ലാഹുവേ. ഖൈറാണെങ്കിൽ ദീർഘായുസ് ആഫിയത്തോടെ നൽകണേ തമ്പുരാനെ. അഭിമാനമുള്ള ജീവിതം നൽകണമേ തമ്പുരാനെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കിനാവിൽ കാണാൻ അല്ലാഹുവേ തൗഫീഖ് നൽകണേ തമ്പുരാനെ. മക്കയിലും മദീനയിലും പോകാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم بحق نبينا محمد صلى الله عليه وسلم. آمين يا أرحم الراحمين. ഹബീബിങ്ങളെ ഇന്നത്തോടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം ഉമർ റളിയല്ലാഹുവിന്റെ വീട്ടിൽ വീണ്ടും ഒരു തവണ കൂടി കയറണം. വീണ്ടും ഒരു തവണ കൂടി നമുക്ക് അവിടെ പോകണം ഇൻഷാ അല്ലാഹ്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. സമയം കുറേ വൈകിയതല്ലേ. ഒരു പാട്ട് ആ യാസർ മണ്ണാർക്കാട് ആയിക്കോട്ടെ. കൽബ് നന്നാവാൻ അല്ലാഹുവേ, അനസ് എന്നവരുടെയും ഞങ്ങളുടെയൊക്കെ കൽബ് നന്നാക്കി തരുന്ന തമ്പുരാനെ. അനസ് സാഹിബേ, നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയക്കൂ, നമുക്ക് കാണാൻ, നേരിൽ കാണാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അനസ് നമ്മൾ അവിടുന്ന് കണ്ട അനസാണോ അത്? കാസർഗോഡ് കുനിയെന്ന് കണ്ട അനസാണോ അത്?
ആണോ? കെട്ടിപ്പിടിച്ചൊരു ഉമ്മ മനസ്സാണോ? തങ്ങളോരേ സുൽത്താന്റെ സ്നേഹിതരേ ശ്രിതത്തിന്റെ വാഹകരേ സുസ്മേരനാം കതിരേ നിഴലായി മാറി നിറപ്പൂവിന് വാങ്ങി പ്രണഭൂവില് താങ്ങായി തണലായി തിരുനാളമായി തിരുദൂതരിൽ കാവലായി ഓ തിരിയാത്ത തിരുനോട്ടമായി സിദ്ദീഖ് തങ്ങളോരേ സ്നേഹിതരേ സിദ്ദീഖിന്റെ വാഹകരേ സുസ്മേരനാം കതിരേ നമുക്ക് പാടാനറിയില്ല. സമ്പാദ്യമില്ല ശറഫോര് മതിയെ സൗഭാഗ്യമെല്ലാം നബിയോർക്ക് മതിയെ സമ്പാദ്യമില്ല ശറഫോര് മതിയെ സൗഭാഗ്യമെല്ലാം നബിയോർക്ക് മതിയെ പനയോല വീടിന്റെ ചാവക്കാടിൽ ഒരു മനെ വരും. നീർമണം നേടി സിദ്ദീഖര് പകലില്ല രാവില്ല ഒരു ഖാദിമായി ഖാതിം റസൂലിൻ വലം കയ്യത് നബിയേ നിധിയേ ആറ്റിന്തയിൽ കനിയേ മതിയേ ഈ ഭൂമിയിൽ ഉടലാകവും പുറവും ഉയിരിനുയിര് തിരുരസൂലര് സിദ്ദീഖ് തങ്ങളോരേ സുൽത്താന്റെ സ്നേഹിതരേ സിദ്ദീഖിന്റെ വാഹകരേ സുസ്മേരനാം കതിരേ റജുല കാസിം കുറേ നാളായാലും ഫേസ്ബുക്കിൽ കണ്ടിട്ട്, അല്ല ലൈവിൽ. ഈ റമദാൻ മാസം പാവങ്ങളെ സഹായിച്ചുകൂടെ? എങ്ങനെയാണ് മനസ്സിലായില്ല. ദുആ ചെയ്ത് സഹായിക്കാനല്ലേ നമുക്ക് പറ്റുള്ളൂ. യാസർ മണ്ണാർക്കാട്, ഇൻഷാ അല്ലാ ജോലിയിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഷീബ യൂസഫ് അലി, ഇൻഷാ അല്ലാ അപ്പോൾ ദുആ ചെയ്യാം. മോളുടെ ജന്മദിനമാണ്. നമ്മുടെ നിഷാദ് അലനൂരിന്റെ മോളുടെ ജന്മദിനമാണ് ഇന്നെന്ന് പറഞ്ഞാൽ നാളെയാണോ അത് കഴിഞ്ഞു പോയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല കുട്ടിക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ഒരുപാട് പ്രഭാതങ്ങൾ അല്ലാഹു നൽകട്ടെ. എന്താണ് പേര്? ഷാഫി അസ്ലങ്കോ, മാഷാ അല്ലാ. ഹിലർ വിളയോ
ഇസ്മായിൽ ഉവൈസുൽ കർണൈനിയുടെ ചരിത്രം പറയാം. ഒരുപാട് തവണ പറഞ്ഞതാണ്. അച്ചു സാപ്പ്, നജീറ ബിൻ തംസ്, അബ്ദുൾ റഊഫ്, റസൽ റിയാൻ, ഇൻഷാല്ലാ ദുആ ചെയ്യും. സുറാജ് ചങ്ങാനി, ഫാത്തിമ നഷ്വാലെ, ബെസ്റ്റ് വിഷസ് ആൻഡ് സക്സസ്ഫുള്ളി ഫാത്തിമ നഷ്വ, യുവർ ഫ്യൂച്ചർ ലൈഫ്, അല്ലാഹ് ബ്ലസ് യു. അന്തു ചന്തോത്ത്, ജലീൽ പായിക്കൽ, അള്ളാഹ് നമ്മുടെ അവരെ കടം വീട്ടി തരട്ടെ. സുഹൃത്ത് സുഹ്റത്ത് അബ്ദുള്ള. അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? തുകുജ മൻകുജ തുകുജ മൻകുജ തുകുജ മൻകുജ തുകുജ മൻകുജ തു അമീരെ ഹറം मैं फकीरे अजम तू अमीरे हറം. അങ്ങ് ഹറമിന്റെ ഇമാമാണ് നബിയേ. मैं फकीरे അജം, ഞാൻ പൗരസ്ത്യനായ വിദേശിയായ ഒരു ഫക്കീറാണ് നബിയേ. ആ പാട്ട് അങ്ങനെയല്ല എൻ്റെ രീതി, ഞാൻ അങ്ങനെ ആക്കിയത്. തുകുജ മൻകുജ തുകുജ മൻകുജ, അങ്ങയുടെ സ്ഥാനം എവിടെയാണ് നബിയേ, എന്റെ സ്ഥാനം എവിടെയാണ് നബിയേ. തു അമീരേ ഹറം, അങ്ങ് ഹറമിന്റെ ഇമാമാണ് നബിയേ, അങ്ങ് ഹറമിന്റെ അമീറാണ് നബിയേ. മേ ഫക്കീറേ അജം. മുബാറക് റാവുത്തർ കളർ ലൈറ്റ് ഒഴിവാക്കുമല്ലോ എന്ന് ലൈവിന്റെ ആദ്യം മുതൽ കേട്ടാൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന്. നിങ്ങളെ ഇടയിൽ വന്നുകൊണ്ടാണ് നിങ്ങൾക്ക് പിടുത്തം കിട്ടാത്തത്. കളർ ലൈറ്റ് ബോധപൂർവമല്ല, കുറേ ശ്രമിച്ചു അത് ശരിയാക്കാൻ. ഓക്കെ. മുത്ത് റസൂൽ വീട്ട് മുറ്റത്തൊരു മുന്തിരി വള്ളി പടർപ്പായെങ്കിൽ, മുത്തുനബിയുടെ വീടിന്റെ മുന്നിൽ നമ്മളൊരു മുന്തിരി വള്ളിച്ചെടിയായിരുന്നെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ജീവിച്ചിരിക്കുമ്പോൾ നിത്യവും ആ പൂമേനി തഴുകും തന്നൽ എന്നെയും തഴുകി തണുപ്പിച്ചേനേ. മദീനയിൽ മാത്രം വീശുന്നൊരു കുറിഞ്ഞിക്കാറ്റുണ്ട്. മദീനയിലെ കാറ്റ് റീഹുസ്സബാ, മുത്തുനബിയുടെ നൂറാനിയത്തിന്റെ തിരുശരീരത്തെ തഴുകി പുറത്തേക്ക് വരുന്ന മദീനയുടെ മന്ദമാരുതൻ മുന്തിരിവള്ളിയായ എന്നെയും നിങ്ങളെയും തഴുകുമായിരുന്നല്ലോ. ഹാ, എന്തൊരു ഭാവനയാണത്. ഒട്ടേറെ ദൂരം നടക്കാനൊക്കും ഒട്ടകമായി പിറന്നെങ്കിൽ ഞാൻ, മുത്തുനബിയുടെ ജീവിതകാലത്ത് ഞാനും നിങ്ങളും പുണ്യനബിയെ നടത്തിക്കൊണ്ടുപോയ ചുമലിലേറ്റിയ കസ്വ എന്ന ഒട്ടകം ഞാനും നിങ്ങളുമായിരുന്നെങ്കിൽ, താമരത്തോൽക്കുന്ന ത്വാഹ തന്റെ തളിർമേനി തോളിൽ വഹിച്ചേനെ ഞാൻ, ഭാരം ചുമന്ന് നടന്നേനെ ഞാൻ, ബദറിൽ ശരങ്ങൾ തടുത്തേനെ ഞാൻ. പുണ്യനബിയുടെ തിരുശരീരത്തെ തോളിലേറ്റി കസ്വ എന്ന ഞാൻ നടന്നു പോകുമായിരുന്നു. പക്ഷേ 14 നൂറ്റാണ്ട് പിമ്പന്തിന് പാരിൽ പാപി പിറന്നു വീണു. പുണ്യ റസൂലിന്റെ പദപങ്കജം
പതിയാത്ത മണ്ണിൽ പിറന്നു വീണു. നമ്മുടെ ലോക്ക്ഡൌണിന്റെ ഒരു ഓർമ്മ വരികയാണ്. മദീന പറഞ്ഞു തുടങ്ങിയ കാലത്തിന്റെ രോമാഞ്ച ഭംഗി. എവിടെയൊക്കെയോ ഉള്ളവർ ഒരുമിച്ചുകൂടി ഒരു ചെറിയ സംഘം മദീനയിൽ മനസ്സിന് ഹൃദയത്തിന് പ്രണയത്തിന്റെ ചിറക് തുന്നി പറന്ന് 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 ഖുബ്ബത്തുൽ ഖളറാ, പ്രണയിനികളുടെ ആത്മനൊമ്പരമായ പച്ചക്കുബ്ബയുടെ താഴെ ചിറകൊടിഞ്ഞു വീഴാൻ കൊതിച്ചു വന്നവർ, എവിടെയൊക്കെയോ ഉള്ളവർ ആശിക്കീങ്ങളായി പരിചയപ്പെട്ടു. നമ്മൾ മദീന പറഞ്ഞു തുടങ്ങി. ഇന്ന് അല്ലാഹുവിന്റെ തൗഫീഖിനാൽ 475 എപ്പിസോഡ് പിന്നിടുകയാണ്. സമീപകാലത്തൊന്നും ഇങ്ങനെ പാട്ട് പാടിയിട്ടില്ല. ആരോ പറഞ്ഞപ്പോൾ ഇങ്ങനെ പാടി. നമ്മൾക്ക് ഇന്ന് പിരിയാൻ തൂക്കുജാമൻ കുജാ തൂക്കുജാമൻ കുജാ തൂ മീരെ ഹറം मैं फ़क़ीरे अजम. अस्सलाമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പം ഇനി പാടാൻ പറയുന്നത് കേട്ടോ. നിങ്ങൾ ഉള്ളിൽ ചിരിക്കാവോ എന്നൊക്കറിയാം, പാട്ട് ശരിയാകാത്ത കാരണം കൊണ്ട് ചിരിക്കുന്നുണ്ടാകുക. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ചിരിക്കട്ടെ, നമ്മുടെ പാട്ട് കേട്ട് ചിരിക്കട്ടെ. കേരള കിസ്സപ്പാട്ട് സംഘത്തിന്റെ ആശംസകൾ. നാലകത്ത് റസാഖ്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. നമ്മുടെ സയ്യിദുൽ ഉലമയുടെ യാത്രയിൽ കേരള കിസ്സപ്പാട്ട് സംഘത്തിന്റെ മനോഹരമായ പാട്ടാണ്. നമുക്ക് എവിടെയും കേൾക്കാൻ പറ്റിയില്ല. നാലകത്ത് റസാഖ് ബസി നന്നായി പാടുകയും പറയുകയും ചെയ്യുന്ന ആളാ. അവരൊക്കെ ഉള്ളിടത്ത് ഞാൻ പാടിയപ്പോൾ അവർ ചിരിക്കുന്നുണ്ടാവും. എനിക്ക് പാടാൻ അറിയില്ല, ഇങ്ങനെയൊക്കെ പാടാനേ അറിയുള്ളൂ. അപ്പൊ ഹബീബിങ്ങളെ, നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട്. ഇപ്പോഴല്ല, കുറേ ദിവസങ്ങൾക്ക് ശേഷം പറയാം. ഒരു സർപ്രൈസ് ഉണ്ട്. ഇൻഷാ അല്ലാഹ്. ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് അറിയാം, കുറച്ച് ദിവസത്തിനുള്ളിൽ അറിയും. ഫേസ്ബുക്കിലുള്ളവർ ചിലപ്പോൾ അപൂർവമായി പിന്നീട് അറിയും. അപ്പോൾ ആ സർപ്രൈസ് സന്തോഷമാകാൻ വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യൂട്ടോ. നമ്മളൊരു കുടുംബക്കാരല്ലേ, ഒരിക്കൽ പോലും കാണാത്തവരുണ്ട്, കണ്ടവരുണ്ട്. നമ്മൾ ബഹളങ്ങളില്ലാതെ, ജാടകളില്ലാതെ, മറ്റ് പിരിവുകളൊന്നും ഇല്ലാതെ, ആരെയും കുറ്റം പറയാതെ ഒരു മൂലയിൽ ഇങ്ങനെ റസൂലുള്ളാഹിനെ പറഞ്ഞു പോവല്ലേ. ഫേസ്ബുക്കിന്റെ വേഗവൈകാരികതയുടെ ഇടമെന്നാണ് ഞാൻ ഫേസ്ബുക്കിനെ കുറിച്ച് പറയുന്നത്. ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റയാണെങ്കിലും ഒക്കെ വേഗവൈകാരികത. ഒരു ഇഷ്യൂ വരുന്നു, അതിന്റെ വികാരത്തള്ളിച്ച് എന്തോ പറയുന്നു, അടുത്ത ഇഷ്യൂ വരുന്നു. അങ്ങനെ വേഗവൈകാരികതയുടെ ഒരു ഇടമാണ്. അതിന്റെ ഇടയിലാണ് നമ്മൾ കുറച്ച് ആൾക്കാർ ഇങ്ങനെ പോണത്. അല്ലെങ്കിൽ പാതിരാത്രി 12 മണിക്കാലിൽ നിങ്ങൾ ഇങ്ങനെ ഈ പൊട്ടന്റെ വർത്തമാനം കേട്ടിങ്ങനെ ഇരിക്കൂലല്ലോ. നമുക്കിതിനൊക്കെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് ചെയ്യട്ടെ. അത് മാത്രമേ പ്രതീക്ഷയുള്ളൂ. നമ്മളുടെ അടുത്തൊക്കെ വന്ന തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹു പുറത്തു തരട്ടെ. റസൂലുള്ളാഹിനെ പറഞ്ഞ് നമുക്കിങ്ങനെ പോവാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ഫിനിഷിങ് സ്വിച്ചിൽ അങ്ങനെ അമർത്താൻ തോന്നൂല. ചിലവരെ കമന്റ് കണ്ട അപ്പം ഇങ്ങനെ നിൽക്കും. അങ്ങനെ സുബൈദമ്മയൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അന്തുണ്ടെങ്കിൽ വാട്സപ്പിൽ വന്ന് പറയും, മതി നിർത്തു പറയും. അന്തോ സർപ്രൈസ് എന്ന് പറഞ്ഞ എന്താണ്? അത് ആകാംക്ഷയുടെ അവസാനത്തിൽ പറയേണ്ട ഒരു കാര്യമില്ല. ഇപ്പൊ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ, നമുക്ക് പിന്നീട് പറയാം. എല്ലാവരും ദേശമംഗലത്തേക്കൊന്ന് വരണം, അതാണ് സർപ്രൈസ്. അതെന്താണെന്ന് ഞാൻ പിന്നീട് പറയാമെന്നാ പറഞ്ഞു. ഓക്കെ, ലൈവ് കാണുന്നവരും അല്ലാത്തവരൊക്കെ ദേശമംഗലത്തേക്ക് വരേണ്ടി വരും. ഫെബ്രുവരി, മാർച്ച്, ഈ മാസം കഴിഞ്ഞിട്ട് തങ്ങളെ കാത്തിരിക്കോ. തങ്ങൾക്കൊക്കെ അറിയാം എന്താവുമെന്ന്. കാത്തിരിക്കാൻ വെറുതെ പറയാം. അപ്പം നമുക്ക് പറയാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങളെല്ലാവരും ദുആ ചെയ്യൂട്ടോ, ആ സർപ്രൈസ് സന്തോഷമാകാൻ വേണ്ടിയിട്ട്. എന്താണെന്ന് പിന്നീട് പറയും. ഇന്ന് കിടക്കണതിന് മുമ്പേ പടച്ചോനെ അദ്ദേഹം പറഞ്ഞ സർപ്രൈസ് ഞങ്ങളെ സംബന്ധിച്ചുള്ള സർപ്രൈസ് അത് ഉഷാറാക്കണേ എന്ന് പറയും. പ്രാർത്ഥന അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. പ്രാർത്ഥിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.